എന്തിനാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ടത്? എന്ത് വിഷയത്തിലാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ടത്? അങ്ങനെയൊരു സംഭവം ഇല്ല എന്നാണ്. അല്ല ഏത് കാര്യത്തിലാണ് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വികാരം തോന്നണം. ഏത് കാര്യത്തിന്? മാറിയ കേരളം, മാറേണ്ടത് കോട്ടയം. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ അനിൽകുമാറിന്റെ പ്രചരണ ബോർഡുകളിൽ ഉടനീളം കാണാവുന്ന ഒരു വാക്കാണ്. എന്തായാലും സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു വാക്ക് തിരഞ്ഞെടുക്കാൻ? കേരളമാകെ വൻ വികസനമാണെന്ന് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു. ആദ്യമായിട്ടാണ് വികസനം ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയായിട്ട് മാറുന്നത്. ഇത്തവണ വികസന തെരഞ്ഞെടുപ്പ് അജണ്ടയാകുമ്പോൾ കേരളത്തിൽ LDF വീണ്ടും വരാൻ പോവുകയാണ്. കോട്ടയത്ത് കിബിയുടെ യാതൊരു പദ്ധതികളും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിന് തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് ഇവിടുത്തെ MLA സ്വീകരിച്ചത്. 10 കൊല്ലമായിട്ട് കോട്ടയത്തുണ്ടായ വികസന സ്തംഭനം ആളുകളുടെ കൺമുമ്പിലുണ്ട്. ഇവിടെ ഏതാണ്ട് തകർന്നു നിൽക്കുന്ന പല നിർമ്മാണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഇത് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന കോട്ടയത്തെ മനുഷ്യർക്ക് മുമ്പിൽ നിലവിലുള്ള സംവിധാനത്തിന് കോട്ടയത്ത് മാറ്റം വന്നാലേ മുന്നോട്ട് പോകാനാവൂ എന്ന അവിടുത്തെ ജനങ്ങളുടെ അഭിലാഷമാണ് ഈ മുദ്രാവാക്യത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, മാറ്റത്തെ തടയുന്നതിന് വേണ്ടി വളരെ കൃത്യമായ ഗൂഢാലോചനയാണ് ഇവിടെ വലതുപക്ഷം നടത്തിയിരിക്കുന്നത്. 2-3 തെരഞ്ഞെടുപ്പുകളിലായി BJPക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശമില്ല. ആ അവകാശം UDFന്റെ സ്ഥാനാർത്ഥി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഫലമായ അന്തർധാരകൾ പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. BJP പ്രവർത്തകർക്ക് പോലും അപമാനകരമായ ഈ സാഹചര്യത്തോട് കടുത്ത എതിർപ്പ് ഉയർന്നു വന്നുള്ളതാണ് പുതിയ സാഹചര്യം. BDJS ഈ സീറ്റ് എടുക്കാനിടയായ സാഹചര്യത്തിൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണം UDF MLAയുടെ അദ്ദേഹത്തിൻ്റെ ഈ RSS ബന്ധമാണ്. 10 കൊല്ലത്തിനിടയിൽ അല്ലെ 15 കൊല്ലത്തിനിടയിൽ RSSനെതിരായി ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ല. എന്തുകൊണ്ട്? കാരണം ഇതാണ്, ആ ബന്ധം പുറത്തു വന്നിരിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു വികസനത്തിന് തടസ്സം നിൽക്കുന്നു എന്നുള്ളൊരു ആരോപണം തന്നെയാണോ ഉന്നയിക്കുന്നത്? കോട്ടയം ജില്ലാ ആശുപത്രി ചെന്നാൽ ഒരു 10 നില കെട്ടിടത്തിന് നിർമ്മാണം നടക്കുന്ന കാണാം. 219 കോടി രൂപ. പണമില്ലാത്ത കൊണ്ടാണോ? അവിടെ മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ നിർമ്മാണ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയത് MLA ആണ്. നമ്മൾ നോക്കൂ, സ്ഥലം ഏറ്റെടുക്കാതെ ഒരു പാത എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി. എവിടെ ലിഫ്റ്റ് വെക്കും? നിങ്ങളൊരു നിർമ്മാണം നടത്തുമ്പോൾ ലിഫ്റ്റ് വെക്കുന്ന ഇടം തീരുമാനിക്കേണ്ടത്. റോഡിന് നടുക്ക് തൂണ് സ്ഥാപിച്ചിരിക്കുകയാണ്. എന്ത് വികസനമാണ്? ഭരണവിരുദ്ധ വികാരം എന്നൊരു തത്വം ഉയർത്തിയാണ് എതിർ വിഭാഗത്തിൻ്റെയൊക്കെ ഒരു പ്രചരണം മുമ്പോട്ട് പോകുന്നത്. എന്തിനാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ടത്? എന്ത് വിഷയത്തിലാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ടത്? അങ്ങനെയൊരു സംഭവം ഇല്ല എന്നാണ്. അല്ല ഏത് കാര്യത്തിലാണ് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വികാരം തോന്നണം. ഏത് കാര്യത്തിന്? അങ്ങനെ ഉത്തരവില്ല. നമ്മൾ പണ്ടുതൊട്ട ഒരു ക്ലിഷേ വാക്കാണ്. ആ വാക്ക് തേഞ്ഞു പോയി. അതിന് കേരളത്തിൽ ചിലവാവില്ല. എന്തൊക്കെയായിരിക്കും ഈ തവണ ജനങ്ങളുടെ മുമ്പിൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ? കോട്ടയത്തിൻ്റെ ഗതാഗത കുരുക്ക്. മനുഷ്യന്മാർ നാട്ടുവിട്ടു പോവാണ്. 27,000 പേരാണ് കോട്ടയത്ത് നിന്ന് താമസം മാറിയത്. ഇപ്പോഴത്തെ വോട്ടർ പട്ടിക നോക്കിയപ്പോൾ കേരളത്തിൽ ഏറ്റവും കുറവ് വോട്ടുള്ളൊരു മണ്ഡലം കോട്ടയാണ്. 27,000 വോട്ട് കാണാനില്ല. എവിടെ പോയി ഇവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്തുകൊണ്ട്? ജീവിക്കാൻ കൊള്ളാത്ത ഇടമായിട്ട് നമ്മുടെ നാടിനെ മാറ്റി. ചിങ്ങമത്തെ ഗതാഗത കുരുക്ക്, ഇല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിക്കുഴിയിലെ ഗതാഗത കുരുക്ക്. ഒരു തവണ കഞ്ഞിക്കുഴിയിലെ ഗതാഗത കുരുക്ക് അനുഭവിച്ചിട്ടുള്ള മനുഷ്യന്മാരാരെങ്കിലും UDFന് വോട്ട് ചെയ്യുമോ? LDFന് ബദലുണ്ട്. കിബി 5200 കോടി രൂപയുടെ പദ്ധതിയാണ് MC റോഡ് 4 വരി പാതയാക്കാൻ വരുന്നത്. അതിന് കോട്ടയത്ത് ബൈപ്പാസ് ഉണ്ടാകും, ചിങ്ങമരത്തിന് ബൈപ്പാസ് ഉണ്ടാകും, ഇപ്പോൾ കഞ്ഞിക്കുഴിക്ക് ബൈപ്പാസ് ഉണ്ടാകും. എരുവേലി വിമാനത്താവളം വേണോ? ശബർ റെയിൽവേ വേണോ? ഇപ്പോൾ കോട്ടയത്ത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം വെള്ളപ്പൊക്കമാണ്. ഞങ്ങൾക്ക് പദ്ധതിയുണ്ട്, വെള്ളപ്പൊക്കം ഇല്ലാത്ത കോട്ടയം. ഞങ്ങളിതാ കുറേയേറെ പ്രവർത്തനം നടത്തി. ബാക്കിയൂടെ ചെയ്യണോ? സാധ്യമാണ്. 103 കോടി രൂപ പിണറായി സർക്കാർ അനുവദിച്ചു. LDFന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടക്കുന്നത്. കോട്ടയം MLAക്ക് ഇതിലൊന്നും റോളില്ല. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം, കോട്ടയം നഗരത്തിൽ ഒരാളെ മൃതദേഹം അടക്കം ചെയ്യാനുള്ള സ്ഥലം, ക്രെമറ്റോറിയം പ്രവർത്തിക്കുന്നില്ല. നമ്മൾ മരണം വീട്ടിൽ പോകുന്നത് ഒക്കെ സ്വാഭാവികമാണ്. അന്ത്യോപചാരം അർപ്പിക്കാൻ പോകും. ആ മൃതദേഹം ഇവിടെ അടക്കം ചെയ്യുമെന്നൊരു ചോദ്യത്തിന് ഉത്തരം പറയാൻ കോട്ടയത്തെ ജനപ്രതിനിധിക്കാവില്ല. എന്തായാലും ജനങ്ങൾ ഇത്തവണ മാറി ചിന്തിക്കും എന്ന് തന്നെയാണ്. ജനങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞുള്ള നാട്ടിൽ പ്രകടമായ മാറ്റമാണ്. നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ കേരളത്തിൽ LDF ഇരച്ചു കയറുകയാണ്. കാരണം ഇത്ര അനുകൂല സാഹചര്യം LDFന് ഒരു കാലത്തും വന്നിട്ടില്ല. വികസനത്തിൻ്റെ ഒരു വേഗം, വളരെ വേഗം അത് ഉയർന്നു വന്നു. UDF എവിടെ എത്തിയിട്ടില്ല. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. എന്തായാലും ഒരുപടി മുന്നേ തന്നെ ഇറങ്ങാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആത്മവിശ്വാസം സംസ്ഥാനത്തുടനീളം LDFനുണ്ട്. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് കോട്ടയത്തെ LDF പ്രവർത്തകർ. കോട്ടയത്ത് നിന്ന് അനന്തുവിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.